ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്ലാസ് 1 ഇംഗ്ലീഷ് എക്സാമാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആണ് പാർട്ട് 3. പാരറ്റിനെ പറ്റി നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. ബാക്ക് ടു ഗ്രീൻ എന്ന ചാപ്റ്ററിൽ പാരറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. ദിസ് ഈസ് എ പാരറ്റ്, ഇറ്റ് ഈസ് എ ഗ്രീൻ പാരറ്റ്. ഇവിടെ നമ്മൾ പാരറ്റിൻ്റെ സ്പെല്ലിങ്ങും ഗ്രീൻ്റെ സ്പെല്ലിങ്ങും എന്തായിട്ടും പഠിച്ചു വെക്കുക. എങ്കിൽ നമുക്ക് പാരറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും 2 സെൻറ്റൻസ് എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ആക്ടിവിറ്റി ബുക്കിലുള്ളതാണ്. ഇവിടെ ജീപ്പ് തന്നിട്ടുണ്ട്, നെക്സ്റ്റ് റെഡ് സ്കൂട്ടർ തന്നിട്ടുണ്ട്, ബൈസിക്കിൾ ആൻഡ് മോട്ടോർ ബൈക്ക്. അപ്പോൾ ഇതിൻ്റെ കളർ അനുസരിച്ച് അത് മാച്ച് ദ ഫോളോയിങ് ചെയ്യണം. ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാവരും നോക്കുക. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതിൽ വെഹിക്കിൾസ് മാത്രമല്ല, അതിൻ്റെ കൂടെ എലിഫൻറ്റ് ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നോക്കുക. അപ്പോൾ ഇതേപോലൊരു മാച്ച് ദ ഫോളോയിങ് വന്നാൽ കളറ് കുട്ടികൾക്ക് മനസ്സിലാക്കി അത് ഏതൊക്കെ വെഹിക്കിളാണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ പഠിക്കണം. ഇതിൽ കളേഴ്സ് നോക്കാം. റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക്, ഇങ്ങനെ 4 കളേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിരുന്നു, കളേഴ്സിൻ്റെ പേര് എന്തായാലും പഠിച്ചു വെക്കുക. റെഡ് സ്കൂട്ടർ നോക്കൂ, റെഡ് കളർ സ്കൂട്ടറിലേക്ക് മാച്ച് ചെയ്ത് കൊടുത്തു. ബ്ലൂ മോട്ടോർ ബൈക്ക്, ബ്ലൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേഗം ബ്ലൂ കളറിൽ നോക്കുക. മോട്ടോർ ബൈക്ക് അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക, മാച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് ഗ്രീൻ ജീപ്പാണല്ലേ. അപ്പോൾ ഗ്രീൻ കളർ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഗ്രീൻ ജീപ്പിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ജീപ്പിൻ്റെ സ്പെല്ലിങ്ങും ഗ്രീൻ ആണെന്നും ഒക്കെ മനസ്സിലാക്കി വെക്കുക. ബ്ലാക്ക് ബൈസിക്കിൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബ്ലാക്ക് കളർ കണ്ടില്ലേ, അപ്പോൾ അതിന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തിലുണ്ട്, എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ പോയി കാണണം, ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ലാസ്റ്റത്തെ നിങ്ങൾക്ക് എന്തായാലും ഒരു ആഡ് ലൈൻ ഉണ്ടാവും. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ലൈൻ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആഡ് ലൈൻ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും പോയി നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്രീൻ ട്രീസ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ ഓൾ. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾ ഗ്രീൻ ട്രീസ് കാണുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ ആദ്യം എന്താ കൊടുത്തത്, ഗ്രീൻ ട്രീസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ബ്ലൂ ബേർഡ്സ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. അവിടെ കണ്ടില്ലേ ബ്ലൂ ബേർഡ്സ്, അപ്പോൾ ബ്ലൂ ബേർഡ്സ് ആണല്ലേ. നെക്സ്റ്റ് കൊടുത്തത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം, അങ്ങനെയാണ് ഉണ്ടാവുക ആഡ് ലൈന്. അപ്പോൾ ഇവിടെ എന്താ ഞാൻ കൊടുത്തത്, എന്താ റെഡ് ഫ്ലവേഴ്സ് ആണ്. നിങ്ങൾ ആ റെഡ് ഫ്ലവേഴ്സ് കാണുന്നുണ്ടോ, താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് ഫ്ലവേഴ്സ്. ഇവിടെ ഇപ്പം കാണിച്ചത് ഗ്രീൻ ട്രീസ് ആണ്, ഇനി റെഡ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് താഴെ കാണാം. അപ്പം ഞാനവിടെ റെഡ് ഫ്ലവേഴ്സാണ് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് എന്താണോ പിക്ചർ കണ്ടിട്ട് എന്താണോ മനസ്സിലാവുന്നത്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബ്ലൂ ബസ് ഉണ്ട് ആൻഡ് റെഡ് കാർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സ് വെച്ചിട്ടായിരിക്കും ആഡ് ലൈൻ വരിക. എല്ലാവരും ശ്രദ്ധിക്കുക ആൻഡ് കീപ് വാച്ചിങ്.